നിങ്ങൾ എന്തെല്ലാം നേടിയാലും നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഫലം അല്ലേ? ലോകത്ത് എന്തെല്ലാം നേടിയാലും എന്തൊക്കെ നേടിയാലും ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കാൽക്കീഴിലായാലും ആത്മാവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതും കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. എല്ലാ മതങ്ങളുടെയും ഉള്ളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ആ രീതിയിൽ പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രം. എല്ലാരും ചില അനുഷ്ഠാനങ്ങളിൽ കർമ്മങ്ങളിൽ മാത്രം ഒഴുകി പോവാണ്. എല്ലാരും പറയും നിങ്ങൾ ദൈവത്തിനെ അറിയണം, നിങ്ങൾ ഈശ്വരനെ അറിയണം, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ അറിയണം എന്നൊക്കെ പറയും. അറിയാനുള്ള വഴി ഇല്ല. ആ വഴി തെളിച്ചു തരിക മാത്രമാണ് ചിലര് മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയവർ ചെയ്തത്. പക്ഷേ അതും പിന്നീട് മാറിപ്പോയി. ഒരു പഴയ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഒരു ഗ്രാമം നിങ്ങൾ സങ്കല്പിക്കുക, ഇതൊരു സാങ്കല്പിക കഥയാണ്. ആ ഗ്രാമത്തിൽ ഒരു വലിയ മതില് ആളുകളെല്ലാം താമസിക്കുന്ന ഒരു ഭാഗത്ത്, അതിനപ്പുറത്ത് ഒരു വലിയ മതില്. അപ്പുറം എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല. അപ്പൊ ആളുകളുടെ ഇടയിൽ അതിന് പഴയ കാലം മുതൽ ഒരു കഥയുണ്ട്. ആ മതിലിനപ്പുറത്ത് പോയവരാരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഭയങ്കര ആകാംക്ഷയാണ്, അപ്പുറം എന്താണ് എന്ന് അറിയണമെന്ന് ഭയങ്കര ആകാംക്ഷയാണ്. പക്ഷെ പറഞ്ഞ് പേടിപ്പിച്ചു വച്ചേക്കണോണ്ട് ആരും അങ്ങോട്ട് പോവില്ല. ഇനി ആരെങ്കിലും ആ മതിലിന്റെ മുകളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് കാണുന്നത് അവർ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് എടുത്ത് മതിലിനപ്പുറത്തേട്ട് ചാടുന്നതാണ്. വേണ്ടിയിട്ട് എന്താണ് അതിനപ്പുറത്ത് എന്ന് അറിയാൻ വേണ്ടി എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പലരും പല കഥകളും മെനഞ്ഞു. അതിനപ്പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതോ ഒരു മായാലോകത്തായിട്ട് പോവുകയാണ്. അതിനപ്പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണൂല. അതിനപ്പുറത്തേട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആളെ കാണാൻ പറ്റൂല. അപ്പൊ എങ്ങനെയെങ്കിലും അതിനപ്പുറത്ത് എന്താണ് എന്ന് അറിയണമെന്നായി ഗ്രാമവാസികൾക്ക് മുഴുവൻ. എങ്ങനെയെങ്കിലും അപ്പുറത്ത് എന്താണെന്ന് അറിയണം. അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ചു, ഇനി ആരെങ്കിലും മതിലിനപ്പുറത്തേട്ട് ചാടിയാൽ അവരുടെ കാലിൽ ഒരു ചങ്ങല കെട്ടിയിടാം നമുക്ക്, എന്നിട്ട് തിരിച്ചു വലിച്ചു കയറ്റാം. അപ്പൊ എന്താണ് മതിലിനപ്പുറത്ത് ഈ അത്ഭുതം സംഭവിക്കുന്നത് എന്നറിയാലോ. പക്ഷെ അടുത്ത തവണ ഒരാൾ ഇതിന് തയ്യാറായി ചാടാൻ പോയപ്പോ ഒരു പണി ചെയ്തു. ഇവരെന്ത് ചെയ്തു? ഒരു കാലില് ചങ്ങല കെട്ടിയിട്ടു. ആള് എടുത്ത് ചാടി. കുറച്ചു കഴിഞ്ഞപ്പോ ഇവര് വലിച്ചു കയറ്റി. തിരിച്ചു വന്ന ആൾക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു. ഒന്നും പറയാനും പറ്റണില്ല, ഒന്നും എഴുതാനും പറ്റണില്ല, ചലനശേഷി നഷ്ടപ്പെട്ടു പോയി. അടിപൊളി. ഇതേ അവസ്ഥയാണ് മനുഷ്യന്റെ. ഇനിയും പലതും അറിയാനുണ്ട്. എന്നാൽ എല്ലാം അറിഞ്ഞു എന്ന് മനുഷ്യൻ നടിക്കുകയാണ്. പലതും അറിയാനുണ്ട്. എന്താണ് അതിനപ്പുറത്ത്? ഈ അതിനപ്പുറത്തെ ആ സൗന്ദര്യം, അതിനപ്പുറത്തെ ആസ്വാദ്യത, അതിനപ്പുറത്തെ ആ ഒരു ആനന്ദം, അത് തിരിച്ചറിഞ്ഞവരാരും പിന്നീട് തിരിച്ചു പോകൂല.